യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. നിങ്ങളുടെ വിധി നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങൾ ഏത് റാങ്ക് നേടണം, ഏത് പൊസിഷനിലെത്തണം എന്നെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തിയാണ്. പല ഉദ്യോഗാർത്ഥികളും ഞങ്ങളോട് പങ്കുവെക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നറിയില്ല. ഈ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥിയാണെങ്കിലോ ആ പഠന രീതി കറക്റ്റാണോ എന്നുള്ളൊരു ഡൗട്ട്. ദെൻ നേടാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഏജ് ഓവർ ആണെന്നുള്ള ടെൻഷൻ മറ്റു ചിലർക്ക്. ഇനി ചിലരുടെ പഠന രീതി ഭയങ്കര വ്യത്യസ്തമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, യൂട്യൂബ് ക്ലാസ് കാണുന്നു, കോഴ്സിലെ ക്ലാസ് കാണുന്നു, നോട്ട്സുകൾ എഴുതുന്നു, വൈകുന്നേരം വരെ ഈ ഒരു പ്രവൃത്തി. നോട്ട്സ് എഴുത്താണെങ്കിലോ വളരെ ഉരുട്ടിപ്പിടിച്ച് വളരെ വൃത്തിയായി നാളെ ആർക്കോ കൊടുക്കാൻ വേണ്ടി എഴുതുന്ന പോലെ അത്രയും സമയം കളഞ്ഞ് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ടെലഗ്രാമിലേക്ക് വരുന്നു, അവിടെ കാണുന്ന PDF മെറ്റീരിയലുകളെല്ലാം എല്ലാം വായിക്കുന്നു. ദെൻ ഒരിക്കലും ഒരു ഓർഡറില്ലാത്തൊരു പഠനം. റിവിഷനാണെങ്കിലോ റിവിഷനില്ല. പിറ്റേ ദിവസം ഓർത്തെടുക്കാൻ നോക്കിയാൽ ഇന്നലെ പഠിച്ചത് എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ പോലും സിലബസിൽ എന്തെങ്കിലും കവറായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. സോ ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ബ്രൂസ് ലീയുടെ ഒരു കോട്ടാണ്. 1000 കിക്ക് പഠിച്ച ഒരാളോട് ഏറ്റുമുട്ടാൻ എനിക്ക് ഭയമില്ല. എന്നാൽ ഒരു കിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളോട് ഏറ്റുമുട്ടുമ്പോൾ ഭയക്കണം എന്നുള്ളതാണ്. കാരണം ആ ഒരു കിക്കിൽ ആ പുള്ളി മാസ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? ആ ഒരു കിക്ക് മതി ആ ഒരു യുദ്ധം ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് LDCയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. LDCയുടെ മാസ്റ്റർ കീ എന്ന് പറയുന്നത് SCRTയും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അത് മതി. അല്ലാതെ ആ റാങ്ക് ഫെയിൽ, ഈ റാങ്ക് ഫെയിൽ, ഈ ക്ലാസ് കേട്ട് ഈ കോഴ്സ് ചെയ്താലേ രക്ഷപ്പെടുമെന്ന് കരുതുന്നത് വളരെ മണ്ടത്തരമാണ്. നിങ്ങൾക്കാവശ്യമായ ഒരു കാര്യം കൃത്യമായി ചെയ്താൽ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതാണ് SCRTയും പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇനി SCRT എവിടെ നിന്ന് പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെ പഠിക്കണം? SCRT നമുക്കറിയാം, അതൊരു ഓപ്പൺ സോഴ്സ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് SCRT ഡൗൺലോഡ് ചെയ്ത് അതുപോലെ പഠിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ തന്നെ നല്ല കോപ്പി ആയിട്ടുള്ള വേറെ സ്ഥാപനങ്ങൾ ഇറക്കുന്ന പുസ്തകവും പഠിക്കാം. അത് പുസ്തകം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. SCRTയിലുള്ള എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ആക്ട് തുടങ്ങിയത് ഒഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദി ടോപ്പിക് എല്ലാം എവിടെയാണ് വരുന്നത്? SCRTയിലാണ് വരുന്നത്. SCRT ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്നും ഇന്നലെയല്ല നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. കഴിഞ്ഞ LDC വേരീസ് തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ SCRTയുടെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഉറപ്പിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് SCRT എന്ന് പറയുന്നത്. ഇനി ഈ പഠിച്ച SCRT ഇപ്പോൾ പലർക്കും ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് എങ്ങനെ വായിച്ച് തീർക്കും? SCRT എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയതാണ്. അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആനക്കാരില്ല. പക്ഷേ ഈ SCRTയിൽ പഠിക്കാൻ പലരെയും ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ SCRTയിൽ കൃത്യമായി ഏതാണ് ഇമ്പോർട്ടൻ്റ് നമുക്ക് പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പിന്നെ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും നാൾ റാങ്ക് ഫയലുകൾ റെഫർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ SCRTയുടെ കോപ്പികൾ ഇറക്കിയ സ്ഥാപനങ്ങളുടെ ബുക്ക് റെഫർ ചെയ്യാം. പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ SCRT പഠിക്കുന്ന ഡയറക്റ്റായിട്ട് പഠിക്കുന്ന ആളാണ്, ഇങ്ങനെ പഠിക്കുന്ന ആളാണെങ്കിലും അവർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിവിഷനാണ്. കാര്യം റിവിഷൻ ചെയ്യുമ്പോഴേ നമുക്ക് ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോയിൻറ്റ്സുകൾ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ ഇല്ലയോ, ഈ ചാപ്റ്ററിൽ ഇന്ന പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. എങ്ങനെ ആ റിവിഷൻ ചെയ്യാം? പിന്നെയും വായിക്കുന്നതല്ല റിവിഷൻ എന്ന് ഞാൻ മുമ്പേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് റീകോൾ, നമ്മുടെ മൈൻഡ് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത്. പിന്നെയും വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി പിന്നെയും ചെയ്യുന്ന ആ ഒരു, മനസ്സിലായില്ലേ? നമ്മളൊരു ബുദ്ധി അവിടെ വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ മൈൻഡ് അവിടെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമ്മളെ മൈൻഡ് ചിന്തിക്കുകയും നമ്മളെ മൈൻഡ് അത് സ്വയം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സോ അത്തരത്തിലുള്ളൊരു പഠന രീതി വേണം നമ്മൾ മുന്നോട്ട് വെക്കാൻ. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം നമുക്ക് ഏതൊക്കെ പോയിൻ്റാണ് വീക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് മറന്നു പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ സാധിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒരു ചാപ്റ്ററിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലാണെങ്കിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് 25 ചോദ്യങ്ങളാണ്. അത് ഈ കഴിഞ്ഞ LDC വേരീസിൻ്റെ മാതൃകയിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ടെസ്റ്റ് സീരീസാണ്. ഇനി അങ്ങനെ ഓരോ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ 66 SCRT ടെസ്റ്റുകളുണ്ട്. അതിൽ ചെറിയ ചാപ്റ്റേഴ്സിനാണെങ്കിൽ കമ്പൈൻ ടെസ്റ്റായിട്ടും വലിയ ചാപ്റ്റേഴ്സിന് ഒരു സിംഗിൾ ടെസ്റ്റായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുക, ടെസ്റ്റ് വർക്കൗട്ട് ചെയ്യുക, ഒരു ചാപ്റ്റർ പഠിക്കുക, ടെസ്റ്റ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ മാക്സിമം ചാപ്റ്റേഴ്സുകളുടെ എല്ലാം അങ്ങനെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതിനുശേഷം
എന്ത് ചെയ്യുക, പിന്നെയും ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യും, ആ ഒരു മൈൻഡിലേക്കുള്ള റീകോളിംഗ് ഒരു പവർ കൂടുകയും നിങ്ങൾ പിന്നെയും പിന്നെയും അത് ഓർത്ത് നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി അത് തന്നെ ഫിക്സഡ് ആയിട്ട് പതിയും. ഓക്കെ, അപ്പോൾ മാക്സിമം അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. റിവിഷൻ എന്ത് ചെയ്യുക, പക്കയാക്കുക. റിവിഷൻ സ്ട്രോങ് ആക്കുക. റിവിഷൻ കൃത്യമായി ചെയ്യാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് പി എസ് സി. താങ്ക് യു ഓൾ.